സാറന്മാരെ, ഈ ചേട്ടത്തെ സ്റ്റേഷനിലേക്ക് സാറന്മാര് കൊണ്ടു ചെല്ലുമ്പോ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്ക് സാറന്മാരെ തൊപ്പി തെറിച്ചിരിക്കും. സോറി മാഡം, ഞങ്ങൾ ആളറിയാതെ വിട്ടേക്ക്. കേട്ടില്ലെല്ലാരും, ബുധനാഴ്ച 10 മണിക്ക് പലിശ അടക്കം എല്ലാരും ഇവിടെ എത്തിച്ചിരിക്കും. ചേട്ടത്തി പറഞ്ഞാ പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? നമ്മളെ ഈ കാശൊക്കെ ചേട്ടത്തിക്ക് വെറും പുല്ല. പ്രസിഡന്റിന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതം. എനിക്ക് ഉറപ്പാ. അപ്പൊ എല്ലാവരുടെ പ്രശ്നങ്ങളും തീർന്നല്ലോ. വേണ്ട പ്രസിഡന്റ് ആ ബാധ്യത അങ്ങനെ ഏറ്റെടുക്കണ്ട. എന്റെ മരുമകനും കൂട്ടുകാരും കൂടി വരുത്തി വെച്ച ബാധ്യത ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. ഈ ചേട്ടത്തിയുടെ വാക്ക് മാറിയാൽ ഈ വീടും പറമ്പും ഞാൻ നിങ്ങൾക്ക് എഴുതി തരും. കേട്ടല്ലോ, അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എങ്ങനെ പോയാലും 2 കോടിയുടെ താഴെ വരും ഈ വീടും പറമ്പും ഒക്കെ. അപ്പോ എല്ലാവരും സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. ബുധനാഴ്ച വരെ കിടന്നുറങ്ങിക്കോ. ബുധനാഴ്ച ദേ, അച്ഛന്റെ ആവേശം നോക്കണ്ട. ബാബുട്ടൻ കാരണം ഈ വീടും പറമ്പും നഷ്ടമായ ഞാനും ശ്രീകുട്ടനും പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഈ അച്ചായന് ഇത്ര ഫേമസ് ഗഡിയാണെന്ന് ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞപ്പോഴേ എനിക്ക് റോസ്മോളുടെ കഥ കേട്ടപ്പോഴേ മനസ്സിലായി അച്ചായനൊരു പുലിയായിരുന്നു. പോടവിടെന്ന്. എന്റെ അച്ചായനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അതെന്റെ അച്ചായന് പറ്റിയൊരു അബദ്ധം. അത് ഞാൻ അങ്ങ് സഹിച്ചു. അപ്പോ റോയ്മാൻ നാളെ എപ്പോഴാ എത്താ? പെൽച്ചിക്ക് 6 മണിക്കാണ് പ്ലെയിൻ. അവിടെ കൂട്ടാൻ നത്തോലി ഉണ്ട്. കാസ് കിട്ടി ഉടനെ നത്തോലി തുമ്മുന്ന് ഇങ്ങോട്ട് പോരും. ഒരു 1.5 മണിക്കൂർ ഓട്ടം ഉണ്ടായി. നത്തോലി കൊണ്ടുവരുന്ന കാശിന്ന് നാട്ടുകാർക്ക് കൊടുക്കാനുള്ള കാശുമായിട്ട് ബാബുമോ നാട്ടിലേക്ക് പോകും. ഞാൻ അമ്മേന്റെ കാശുമായിട്ട് ആസ്പത്രിയിൽ റോസ്മേരിയുടെ അടുത്ത് പോകും. അപ്പൊ ചോപ്ര എന്താ കാട്ടറിയോ? അമ്മച്ചീനെയും കൊണ്ട് നത്തോലിന്റെ വണ്ടിയിൽ റോയിന്റെ അടുത്ത് പോണം. അപ്പൊ എന്തു പറ്റി? നമ്മുടെ പ്ലാൻ എന്തെങ്കിലും മാറ്റണോ? അപ്പോ നാളെ നമ്മൾ പിരിയും. റോയിയുടെ കയ്യിൽ നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്ന നിമിഷം അവൻ എന്നെ കൊണ്ടുപോകും. അവൻ്റെ കൂടെ ചെല്ലാൻ ഒരുപാട് കാര്യങ്ങളായി എന്നെ നിർബന്ധിക്കുന്നതാ. ഓരോരോ കാര്യം പറഞ്ഞ് ഞാനാ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നേ. ഇപ്പൊ അവൻ എന്നെ നിർബന്ധിക്കാൻ ഒരു വലിയ കാരണമായി. എനിക്ക് എന്റെ റോസ്മോളെ ഒന്നുകൂടെ കാണണമെന്നുണ്ടായിരുന്നു. അവളെ കണ്ടു കൊതി തീർന്നിട്ടില്ല എനിക്ക്. സാരമില്ല, അച്ചായൻ പോയതിനു ശേഷം ഞാൻ ഇത്രയും സന്തോഷിച്ച നാളുകളുണ്ടായിട്ടില്ല. എന്നേക്കാൾ കൂടുതൽ എന്റെ അച്ചായനും സന്തോഷിച്ചിട്ടുണ്ടാവും. അല്ല പൈസേ? ഹലോ ഏട്ടാ, നമസ്കാരം. വീണ്ടും ഒന്നുകൂടി ഞാൻ തന്നെയാണ്. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ, ഒന്നുമില്ല. റുപ്യ റെഡിയല്ലേ ചോദിക്കണേ? യെസ്, റെഡിയാണ്. ഏട്ടനൊരു കാര്യം ചെയ്തോളൂ. അങ്ങനെ വിമാനത്താവളത്തിന് പുറത്തു വന്നിട്ട് ആ റോഡിന്റെ വടക്ക് ഭാഗത്ത് ഓരത്തായിട്ട് ആ വടക്ക് ഭാഗത്ത് അല്ല ചേട്ടാ, ആ മുട്ടുമുടുക്കന ആ റോഡിന്റെ മുട്ടുമുടുക്കിന്റെ അകത്തൊരു ഹോട്ടലില്ലേ ചേട്ടാ, അവിടെ നത്തോലി ഉണ്ട്. ഓ, യെസ്, നത്തോലി ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഏട്ടാ സന്തോഷായിട്ട് കാശ് നത്തോലിയുടെ കൊടുത്തോളൂ. ഓ, എനിക്ക് എൻ്റെ അമ്മച്ചിയോടൊന്ന് സംസാരിക്കണം. ഓ, മോനാണ് അമ്മേന്റെ അടുത്ത് സംസാരിക്കണം പറയാണ്. മോനെ റോയ്, അമ്മച്ചി റിലാക്സ്. അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല. മോൻ പണം പെട്ടെന്ന് കൊടുത്താക്കി. എനിക്ക് നിന്നെ കാണാൻ ധൃതിയായി. ഞാനിപ്പോ തന്നെ നത്തോലി അങ്ങോട്ട് വിടാം. നത്തോലി അവിടെ എത്തിയ അമ്മച്ചി ഉടനെ എന്നെ വിളിക്കണേ. ആ മോനെ. ഏട്ടാ മതി. ഇനി കൂട്ടം കൂടുതലും കരച്ചിലും പിഴിച്ചിലൊക്കെ ഇടപാട് കഴിഞ്ഞിട്ട് മതി പറയാണ്.
ആ കാശിന്റെ പെട്ടി നത്തോലിനെ കൊടുക്ക്, ആ ഫോണും കൊടുക്ക് കേട്ടാ. നീ സംസാരിക്കേ. വേണ്ട സാർ, അമ്മച്ചിയെ തട്ടിക്കൊണ്ടുപോയ കിഡ്നാപ്പേഴ്സിനോട് സംസാരിക്കാൻ പേടിയാ. താൻ സംസാരിക്കേ. ഹലോ കിഡ്നാപ്പേട്ട. എടാ നത്തോലി, നീ ആ കാശിന്റെ പെട്ടി ഒന്ന് തുറന്ന് നോക്കടാ നീ. തുറന്നു നോക്കാം കിഡ്നാപ്പേട്ട. ഒരു സെക്കൻഡ്. കോടി. പെട്ടി തുറന്ന് നോക്കിയോടെ കഴുതേ നീ. ഓ സാർ, പെട്ടി നിറയെ പണമാ. ഫോൺ റോയിന്റെ അടുത്ത് കൊടുക്ക്. ഡോ, ഇതവരെ ഏൽപ്പിക്കുന്ന നിമിഷം നീ എന്റെ അമ്മച്ചിയെ തിരിച്ചു ശരി കൊണ്ടുവരണം. സാർ. ഹലോ. ഞാനാണ്. പെട്ടി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ ഉടനെ ഏട്ടന്റെ അമ്മ സുരക്ഷിതമായിട്ട് അവിടെ എത്തും. പേടിക്കേ വേണ്ട. 6 കോടി എണ്ണി തീർക്കുന്നു. റോയ്, ഇനിയും വൈകിട്ടില്ല, നമുക്ക് പോലീസിനെ അറിയിക്കാം. ആ വാ മോളെ. അച്ഛന് ഷുഗർ ആവാലോ അല്ലേ? മോളെ അവിടെ കൊടുക്ക്. ആ വാ വാ വാ. അച്ഛാ ലഡു ഒരെണ്ണം. 6 കോടി, 6 കോടി, 6 കോടി, ഇത് 6 കോടി. ഈ ബില്ലുകളൊക്കെ കൗണ്ടറിൽ അടയ്ക്കണം. മക്കളിപ്പോ എത്തും, അവര് വന്നിട്ട് അടയ്ക്കാം. 1 മണിക്കൂറിനുള്ളിൽ അടയ്ക്കണം. റോസ്മേരി ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കേണ്ടതാ. ഹലോ, 6 കോടി, 6 കോടി, 6 കോടി. പോലീസ്